അവൻ മരിക്കാൻ എങ്ങനെയാണ് തയ്യാറായി നിൽക്കുന്നത് കണ്ടോ? അവന്റെ മുഖത്തേക്ക് നോക്ക്, അവന് പേടിയാവുന്നുണ്ട്. അവന്റെ കൈകാലുകൾ വിറയ്ക്കുന്നത് കണ്ടില്ലേ? വിഭാഷ അവൻ 5 മിനിറ്റിൽ തീർക്കും. എന്റെ പണമെല്ലാം ഞാൻ വിഭാഷയുടെ മേൽ പന്തയം വെച്ചിട്ടുണ്ട്. എല്ലാവരും ലിയോയുടെ മരണത്തിനായി കാത്തിരുന്നു. വിഭാഷ തന്റെ വാൾ എടുത്ത് ലിയോയുടെ അടുത്തേക്ക് വന്നു. അവളുടെ വാൾ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. അത് സൈഫർ ഗ്രഹത്തിലെ ഏറ്റവും ശക്തമായ ലോഹം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതിൽ പുരാതന മന്ത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു. സമയം കടന്നു പോകുന്തോറും ആളുകൾ കൂടുതൽ തടിച്ചുകൂടി. ചിലർ വിഭാഷ വിഭാഷ എന്ന് ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കരുതിയതുപോലെ വിഭാഷ ലിയോയെ കൊല്ലുമോ, അതോ ഭീരുവിനെ പോലെ കരുതിയിരുന്ന ദുർബലനായ ലിയോ വിഭാഷയെ കൊല്ലുമോ? ധനികരായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ലിയോ. ഭൂമിയിൽ സന്തോഷകരവും ആർഭാടപൂർണവുമായ ഒരു ജീവിതമായിരുന്നു അവന്റേത്. പക്ഷേ അച്ഛന്റെ മരണശേഷം അവന്റെ ജീവിതത്തിൽ എല്ലാം മാറി മറിഞ്ഞു. അച്ഛൻ ഫെലിക്സിന്റെ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ ചെറിയച്ഛൻ ചതിയിലൂടെ കൈക്കലാക്കിയതോടെ അവന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ നരകമായി. അച്ഛന്റെ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ആരും അവന്റെ സഹായത്തിന് വന്നില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കാനും സഹോദരിക്ക് താമസിക്കാൻ ഒരിടം കണ്ടെത്താനും നഷ്ടപ്പെട്ടു പോയ അവന്റെ വീട് തിരികെ ലേലത്തിൽ പിടിക്കാനും അവന് കോടിക്കണക്കിന് രൂപ ആവശ്യമായിരുന്നു. അവന്റെ അമ്മയുടെ നില ഓരോ ദിവസവും വഷളായിക്കൊണ്ടുവന്നു. തന്റെ കുടുംബം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യാൻ പോയ ലിയോയെ രക്ഷിച്ചത് പ്രൊഫസർ ബെഞ്ചമിനാണ്. അവന്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞ് താൻ നടത്തുകയായിരുന്ന ഒരു രഹസ്യ ഓപ്പറേഷനിൽ പങ്കെടുക്കാൻ ലിയോയോട് ബെഞ്ചമിൻ ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ലിയോ ഭൂമിയിൽ നിന്ന് ഒരുപാട് അകലെയുള്ള സൈഫർ ഗ്രഹത്തിലെത്തിയത്. പ്രൊഫസർ ബെഞ്ചമിൻ ഒരു മഹാനായ ശാസ്ത്രജ്ഞനായിരുന്നു. ഗ്രഹങ്ങൾക്കിടയിൽ യാത്ര ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ അദ്ദേഹം കണ്ടുപിടിച്ചിരുന്നു. പക്ഷെ ഇവിടെ സൈഫർ ഗ്രഹത്തിൽ വന്ന ദിവസം തന്നെ അറിയാതെ ശക്തയായ യോദ്ധാവായ വിഭാഷയുമായി ലിയോ ഉടക്കി. ഈ ഗ്രഹത്തിലെ നിയമങ്ങൾ അവൻ അറിയില്ലായിരുന്നു. അവൻ ഒരു വെള്ള കുറുക്കനെ തന്റെ കത്തികൊണ്ട് കുത്തി. എന്നാൽ ആ കുറുക്കൻ സാധാരണ കുറുക്കനായിരുന്നില്ല. അത് വിഭാഷയുടെ പ്രത്യേക രൂപമാണെന്ന് അവൻ അറിയില്ലായിരുന്നു. വിഭാഷയുടെ വെല്ലുവിളിയിൽ നിന്ന് പിന്മാറാൻ അവന് ഒരു വഴിയുമില്ലായിരുന്നു. വിഭാഷയെ നേരിടുന്നത് മരണത്തെ ക്ഷണിക്കുന്നതിന് തുല്യമാണ് എന്ന് സൈഫർ ഗ്രഹത്തിൽ എല്ലാവർക്കും അറിയാമായിരുന്നു, ലിയോയ്ക്കൊഴികെ. ഈ ഗ്രഹത്തിൽ വെല്ലുവിളി എന്നത് പവിത്രമാണ്. അത് തെറ്റിക്കുന്നവർക്ക് മരണമാണ് ശിക്ഷ. അങ്ങനെയുള്ള ഈ ഗ്രഹത്തിൽ ഭൂമിയിൽ നിന്നുള്ള ഒരു ദുർബലനായ വ്യക്തി തന്നെ ആക്രമിക്കുകയും അപമാനിക്കുകയും ചെയ്തത് വിഭാഷയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എടാ ബീരു, നീ എന്നോട് യുദ്ധം ചെയ്തേ തീരൂ. തയ്യാറായിക്കോ. അടുത്ത ആഴ്ച ഇതേ ദിവസം നേരം വെളുക്കുമ്പോൾ ദേവാശ്രമത്തിലെ പ്രധാന അരീനയിൽ ഞാൻ നിനക്കായി കാത്തിരിക്കും. നീ വന്നില്ലെങ്കിൽ എവിടെ ഒളിച്ചാലും നിന്നെ ഞാൻ കണ്ടുപിടിച്ച് നരകിപ്പിച്ച് കൊല്ലും. വിഭാഷയുടെ കണ്ണുകളിൽ കോപത്തിന്റെ തീ ജ്വലിച്ചു. ഉടനെ അവൾ ഒരു വിസിൽ മുഴക്കി. അപ്പോൾ അവളുടെ പ്രിയപ്പെട്ട കുതിര ഓടി വന്നു. അത് സാധാരണ കുതിരയായിരുന്നില്ല. സൈഫർ ഗ്രഹത്തിലെ വിശേഷപ്പെട്ട ഇനം കുതിരയായിരുന്നു അത്. അതിന്റെ കണ്ണുകൾ ചുവന്നതായിരുന്നു. കാലുകൾ തീ പോലെ തിളങ്ങി. അതിന് ചിറകുണ്ടായിരുന്നു. വിഭാഷ ദേഷ്യത്തോടെ അതിൽ കയറി യാത്രയായി. ലിയോ വല്ലാതെ ഭയന്നു. അവന്റെ കാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കുറുക്കനാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഞാൻ അവളെ കത്തി കൊണ്ട് കൊത്തിയത്. അത് വിഭാഷയുടെ മറ്റൊരു രൂപമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ അമ്മയെയും സഹോദരിയെയും ഞാൻ എങ്ങനെ രക്ഷിക്കും? ഇങ്ങനെ ചിന്തയിലാണ്ട് നിൽക്കുമ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ വീണ്ടും അവനെ കളിയാക്കാൻ തുടങ്ങി. എടാ പേടിത്തോണ്ടൻ പോട്ടാ, കഴിവില്ലാത്തവനെ! വിഭാഷ കുറുക്കന്റെ രൂപത്തിൽ കറങ്ങുന്നുണ്ടെന്ന് ഈ ഗ്രഹത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇതുവരെ ആരും വിഭാഷയെ ദേഷ്യം പിടിപ്പിക്കാനോ ശത്രുവാക്കാനോ ധൈര്യപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ സൈഫർ ഗ്രഹത്തിൽ വന്ന നീ തന്നെ അതിന് തുടക്കമിട്ടല്ലോ. നിന്റെ ജീവനില്ലാത്ത ശരീരം ഈ സൈഫർ ഗ്രഹത്തിനൊരു വാഗ്ദാനമാണടാ. ഗ്രാൻഡ് മാസ്റ്റർ പറയുന്നത് കേട്ട് മറ്റൊരു യോദ്ധാവും അതിനൊപ്പം ചേർന്നു. അതെ, നീ അവളോട് യുദ്ധം ചെയ്തില്ലെങ്കിലും അവൾ നിന്നെ കൊല്ലും, ചെയ്താലും കൊല്ലും. ഇനി എന്താ നിന്റെ പ്ലാൻ? എന്തായാലും ഞങ്ങൾക്ക് കിടിലൻ എന്റർടൈൻമെന്റിനുള്ള വക കിട്ടും. പെട്ടെന്ന് രണ്ടാമത്തെയാളും ലിയോയെ കളിയാക്കാൻ മുന്നോട്ട് വന്നു. വിഭാഷയുടെ ശക്തി നിനക്ക് അറിയാഞ്ഞിട്ടാണ് മോനെ. അവൾ ഒറ്റയടിക്ക് വലിയ വലിയ രാക്ഷസ മൃഗങ്ങളെ കൊന്നിട്ടുണ്ട്. അതിന്റെ ഇടയിൽ ഭൂമിയിൽ നിന്നുള്ള ദുർബലനായ നീ അവൾക്ക് വെറും പുഴുവാണ്. അവരെല്ലാം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ലിയോയെ കളിയാക്കി. ഇനിയും ഈ ഗ്രഹത്തിൽ നിന്നാൽ വിഭാഷയെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ ആരും അറിയാതെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം. പ്രൊഫസർ ബെഞ്ചമിനെ കോണ്ടാക്ട് ചെയ്ത് എന്നെ തിരിച്ച് ഭൂമിയിലേക്ക് അയക്കാൻ ആവശ്യപ്പെടണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ലിയോയെ തേടി മറ്റൊരു വലിയ അപകടം വന്നത്. ഒരു രാക്ഷസ ആമ ലിയോയെ വിഴുങ്ങാനായി പിന്നാലെ ഓടി വന്നു. ആ ആമയ്ക്ക് ഏകദേശം 10 അടി ഉയരമുണ്ടായിരുന്നു. വായിൽ മൂർച്ചയുള്ള പല്ലുകൾ. വിശപ്പ് കാരണം അതിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. പേടിച്ച് വിറച്ച ലിയോ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ ആ ആമ വളരെ വേഗത്തിലായിരുന്നു. ലിയോ പെട്ടെന്ന് കണ്ണടച്ചു. ഇങ്ങനെ പേടിച്ച് ഓടുന്നതിനേക്കാൾ നല്ലത് ധൈര്യത്തോടെ യുദ്ധം ചെയ്ത് മരിക്കുന്നതാണ്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് പോരാടാനാണ്. ഭീരുവായി ജീവിക്കുന്നതിനേക്കാൾ മരണമാണ് നല്ലത്. ഞാൻ പോരാടും.
എങ്ങനെയോ ധൈര്യം സംഭരിച്ച് ലിയോ ആ ആമയുടെ കഴുത്തിൽ കത്തി കൊണ്ട് കുത്തി. അതിനുശേഷം നടന്ന കാര്യങ്ങൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വലിയ അലർച്ചയോടെ ആ രാക്ഷസ ആമ ചത്തു വീണു. അതിൽ നിന്ന് ലിയോയ്ക്ക് ധാരാളം സെൽ പോയിന്റുകൾ ലഭിച്ചു. ഈ പോയിന്റുകൾ ഉപയോഗിച്ച് ലിയോയ്ക്ക് പണം സമ്പാദിച്ച് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ കഴിയും. ഭൂമിയിൽ മനുഷ്യന് അതിജീവിക്കാൻ ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ഇവിടെ അതിജീവിക്കാൻ സെൽ പോയിന്റുകൾ ആവശ്യമായിരുന്നു. ഇത് കണ്ട് ലിയോയ്ക്ക് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. അത് മാത്രമല്ല, സൈഫർ ഗ്രഹത്തിൽ ആർക്കും ലഭിക്കാത്ത അതിവിശിഷ്ടമായ ഒരു ക്രിസ്റ്റൽ കല്ല് ആ ആമയുടെ ശരീരത്തിൽ നിന്ന് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ കറുത്ത ക്രിസ്റ്റൽ കല്ലിന്റെ തിളക്കം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. അതിനെ അവൻ തൊട്ടയുടനെ അവന്റെ ശരീരത്തിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞു പോയതുപോലെ ലിയോയ്ക്ക് തോന്നി. അവന്റെ കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന് ചുറ്റും ഒരു സ്വർണ്ണ കവചം വന്നു മൂടി. തന്റെ ശരീരം തീയിൽ വേവുന്നത് പോലെ ലിയോയ്ക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. ആ വേദന താങ്ങാനാവാതെ നിന്നിടത്തു നിന്ന് അവൻ കുഴഞ്ഞു വീണുപോയി. പക്ഷേ അവൻ ഇതുവരെ ഇല്ലാത്ത ഒരുതരം ശക്തി അനുഭവപ്പെടാൻ തുടങ്ങി. കിലോമീറ്ററുകൾ അകലെയുള്ള മൃഗങ്ങളെ വരെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് അവൻ കാണാൻ തുടങ്ങി. ദൂരങ്ങളിൽ സംസാരിക്കുന്ന രഹസ്യങ്ങൾ പോലും അവന്റെ ചെവിക്ക് മാത്രം വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞു. ഈ അനുഭവത്തെക്കുറിച്ച് എന്ത് പറയണമെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തന്റെ കൈകാലുകൾക്ക് ഒരു അദൃശ്യ ശക്തി ലഭിച്ചിരിക്കുന്നുവെന്ന് അവൻ മനസ്സിലാക്കി. എന്നിരുന്നാലും ഈ അവസ്ഥയിൽ വിഭാഷയെ പോലെയുള്ള ഒരു യോദ്ധാവിനോട് മത്സരിക്കുന്നത് വലിയ മണ്ടത്തരമാകുമോ എന്ന് ലിയോ ഭയപ്പെട്ടു. ലിയോ തനിക്കുണ്ടായ ഈ വിചിത്ര അനുഭവം ആരോടും പറയില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ വിഭാഷയും ലിയോയും തമ്മിലുള്ള യുദ്ധത്തിന്റെ ദിവസം വന്നെത്തി. എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. വിഭാഷയും ലിയോയും യുദ്ധത്തിന് തയ്യാറായി നിന്നു. ദേവാശ്രമത്തിലെ പ്രധാന അരീനയിൽ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ചിലർ മരങ്ങളിലിരുന്നു, ചിലർ പാറകളിലിരുന്നു. എല്ലാവരും ആവേശത്തോടെ ആർത്തു വിളിക്കുകയും ലിയോയെ പലതരത്തിൽ പരിഹസിക്കാൻ മത്സരിക്കുകയും ചെയ്തു. അവൻ മരിക്കാൻ എങ്ങനെയാണ് തയ്യാറായി നിൽക്കുന്നതെന്ന് കണ്ടോ? അവന്റെ മുഖത്തേക്ക് നോക്ക്, അവന് പേടിയാവുന്നുണ്ട്. അവന്റെ കൈകാലുകൾ വിറയ്ക്കുന്നത് കണ്ടില്ലേ? വിഭാഷ അവൻ 5 മിനിറ്റിൽ തീർക്കും. എന്റെ പണമെല്ലാം ഞാൻ വിഭാഷയുടെ മേൽ പന്തയം വെച്ചിട്ടുണ്ട്. ആളുകൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ധാരാളം പേർ വിഭാഷ ജയിക്കുമെന്ന് വാതുവെച്ചപ്പോൾ ചിലർ ഒരുപക്ഷെ ലിയോ അപ്രതീക്ഷിതമായി ജയിച്ചാൽ ഒരൊറ്റയടിക്ക് ധനികനാകാമെന്ന് കരുതി തുച്ഛമായ തുക അവന് മേൽ വാതുവെച്ചു. ഒട്ടും താമസിയാതെ സൈഫർ ഗ്രഹം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ യുദ്ധം തുടങ്ങി. ലിയോയും വിഭാഷയും എതിർവശങ്ങളിലായി നിന്നു. മൈതാനത്തിന് നടുവിൽ അവർക്കിടയിൽ ഏകദേശം 30 അടി ദൂരമുണ്ടായിരുന്നു. വായുവിൽ ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു. എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചു. അപ്പോഴാണ് ഗ്രാൻഡ് മാസ്റ്റർ വീണ്ടും പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്, വിഭാഷ, അവനെ ഒറ്റയടിക്ക് കൊല്ലരുത്. അങ്ങനെ ചെയ്താ പിന്നെ നമുക്ക് എന്ത് ടൈം പാസ് ആണുള്ളത്? കുറച്ചായി അവനെ വേദനിപ്പിക്കണം. സൈഫർ ഗ്രഹത്തിലേക്ക് വന്നതിനെ പറ്റിയും നിന്നെ എതിർത്തതിനെ പറ്റിയും ഓർത്തവൻ പശ്ചാത്തപിക്കണം. അങ്ങനെ കൊല്ലാവൂ. എല്ലാവരും ലിയോയുടെ മരണത്തിനായി കാത്തിരുന്നു. വിഭാഷ തന്റെ വാൾ എടുത്ത് ലിയോയുടെ അടുത്തേക്ക് വന്നു. അവളുടെ വാൾ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു. അത് സൈഫർ ഗ്രഹത്തിലെ ഏറ്റവും ശക്തമായ ലോഹം കൊണ്ട് ഉണ്ടാക്കിയതായിരുന്നു. അതിൽ പുരാതന മന്ത്രങ്ങൾ കൊത്തിവെച്ചിരുന്നു. സമയം കടന്നു പോകുന്തോറും ആളുകൾ കൂടുതൽ തടിച്ചുകൂടി. ചിലർ വിഭാഷ വിഭാഷ എന്ന് ആർത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും കരുതിയതുപോലെ വിഭാഷ ലിയോയെ കൊല്ലുമോ? അതോ ഭീരുവിനെ പോലെ കരുതിയിരുന്ന ദുർബലനായ ലിയോ വിഭാഷയെ കൊല്ലുമോ? എന്ത് സംഭവിക്കുമെന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. വിഭാഷ ലിയോയുടെ അടുത്തേക്ക് വരുമ്പോൾ ജനങ്ങളുടെ ആർപ്പുവിളികൾ വീണ്ടും ഉച്ചത്തിലായി. ലിയോ തന്റെ കത്തി മുറുകെ പിടിച്ചു. വിഭാഷയെ എങ്ങനെ പേടിപ്പിക്കാമെന്ന് അവൻ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് വിഭാഷ തന്റെ വാൾ പിടിച്ച് ലിയോയെ കൊല്ലാനായി കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ അവൻ അടുത്തേക്ക് വരുന്നത്. ലിയോയും വിഭാഷയുടെ നേർക്കോടി. പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ നിന്ന് വീണ്ടും ഭയങ്കരമായ തീ തുപ്പുന്നത് പോലെ അനുഭവപ്പെട്ടു. ലിയോയെ വിഭാഷ ആക്രമിക്കാൻ ഒരുങ്ങുന്നതിനിടയിൽ അവനിലേക്ക് ഒരു ഇടിമിന്നൽ വന്നു പതിച്ചു. അവന്റെ ശരീരം സ്വർണ്ണ നിറത്തിൽ പ്രകാശിക്കാൻ തുടങ്ങി. എല്ലാവരും ലിയോ മരിച്ചുവെന്ന് കരുതിയപ്പോഴാണ് ആരും ഊഹിക്കാത്ത ഒരു വിചിത്ര സംഭവം അവിടെ നടന്നത്. അത് കണ്ടിട്ട് വിഭാഷ അവന് മുന്നിൽ മുട്ടുകുത്തി. അവൾ ലിയോയോട് എന്തോ പറഞ്ഞു. അത് കേട്ട് അവിടെ തടിച്ചുകൂടിയ ജനസാഗരം മുഴുവൻ ഞെട്ടിപ്പോയി. എന്താണ് ആ യുദ്ധക്കളത്തിൽ നടന്ന വിചിത്ര സംഭവം? വിഭാഷ മുട്ടുകുത്തി പറഞ്ഞ എന്ത് കാര്യമാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഞെട്ടിച്ചത്? ബ്ലാക്ക് ക്രിസ്റ്റൽ സ്റ്റോൺ ലഭിച്ച് ലിയോ ശക്തനായ യോദ്ധാവായി മാറിയ കാര്യം വിഭാഷയ്ക്ക് അറിയാമായിരുന്നോ? യഥാർത്ഥത്തിൽ ആ ബ്ലാക്ക് ക്രിസ്റ്റൽ സ്റ്റോണിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണ്? വിഭാഷയുടെ അഭ്യർത്ഥന അംഗീകരിച്ച് ലിയോ വിഭാഷയുടെ സംഘത്തിൽ ചേരുമോ? അതോ ലിയോയും വിഭാഷയും തമ്മിലുള്ള പോരാട്ടം തുടരുമോ? ത്രില്ലടിപ്പിക്കുന്ന ഈ സയൻസ് ഫിക്ഷൻ കഥയുടെ ബാക്കി അറിയാനും ആസ്വദിക്കാനും തുടർന്നും കേൾക്കൂ പോക്കറ്റ് എഫ്എമ്മിന്റെ ഏറ്റവും പുതിയ ഓഡിയോ സീരീസ് ആയ ലിയോ AD 2500 തികച്ചും സൗജന്യമായി.